അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നുസൈബയുടെ വീട്ടിൽ ഉമ്മ ഉപ്പയോട് പറയുകയാണ്, നുസ്രത്തെ, അത് ഞങ്ങളൊന്ന് എന്തായാലും പോയി നോക്കട്ടെ, നമ്മളെ പെണ്ണിൻ്റെ കാര്യമല്ലേ, അപ്പോൾ എന്താ ഏതാന്നൊക്കെ ഒന്ന് അറിയാമല്ലോ, ഒന്ന് പോയിട്ട് അന്വേഷിച്ച് വരിക, അതന്നെ നല്ലതാണെങ്കിലാണ് നടത്തി കൊടുക്കുക. ഇനിയിപ്പോൾ വല്ലാതെ നീട്ടിയിടൊന്നും വേണ്ട അല്ലേ, അതല്ല നല്ലത്. നമ്മളെ കുട്ടിപ്പോൾ കുറേ ഇടങ്ങാറായതും അല്ലേ. ഇനിയിപ്പോൾ എന്നാൽ ഓൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആളെ കണ്ടുപിടിച്ചിക്കണമെങ്കിൽ തന്നെ ഓളെ പഠനത്തിനൊക്കെ ഓൻ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരല്ലേ ഓൾ കണ്ടുപിടിക്കുള്ളൂ. ഓളെങ്ങനെയെന്ന് വെച്ചാൽ പഠിപ്പിച്ചും ചെയ്തോളും, നോക്കിയും ചെയ്തോളും. എന്നാൽ ഞമ്മക്കൊരു ആശ്വാസമാണ്. മറ്റത് സത്യം പറഞ്ഞാലേ ഇടനെഞ്ചിൽ തീക്കനലാണ്. എന്നും ആ പെണ്ണ് മാറ്റിയിറങ്ങി പോകുമ്പോൾ ഒരു സമാധാനമില്ല. എന്നാൽ പിന്നെ ഓളെ കാര്യം നോക്കാനൊക്കെ ഒരാളായല്ലോ, സമാധാനത്തോടു കൂടെ നമുക്ക് ശരിക്കും കിടന്നുറങ്ങാലോ. മറ്റേതൊരു സമാധാനമില്ല. ഇതിപ്പോൾ ഓളെന്നെ ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഓൾക്കനുസരിച്ച ആൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവരെ കാണുമ്പോഴല്ലേ മനസ്സൊക്കൊരു സ്നേഹമൊക്കെ തോന്നുക. അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആകട്ടെ, അല്ലാതെ ഇപ്പം എന്താ. ഏതായാലും ഓല് തമ്മിൽ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അല്ലേ ഇക്ക, അങ്ങനെയാണ് പോകാനും പറ്റൂല കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിക്കണോ, ഇപ്പം നമ്മളത് ശരിയാണോ സത്യമാണോ ഒന്നും നമ്മൾക്കറിയില്ല. പറഞ്ഞതിപ്പോൾ ആ ബ്രോക്കർ കണ്ടു എന്നൊക്കെ അല്ലേ പറയണത്. എന്തോ കൊടുത്തു എന്നോ വാങ്ങിയെന്നോ സംസാരിച്ചു എന്നോ അതൊക്കെയല്ലേ പറയണത്. അതിപ്പോൾ എന്താ കൊടുത്ത് വാങ്ങിയ അത് അറിയോ? ഒന്നൊരു ശരിക്ക് തെളിവില്ലാതെ നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നത് ശരിയല്ലല്ലോ. ഓൻ്റെ ഭാഗവും ഞമ്മക്കൊന്നും അറിയണ്ടേ. ഇതിപ്പോൾ വെറുതെ പറയാണോ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ തമാശക്ക് വെറുതെ ജോലി എടുക്കാൻ വേണ്ടിയിട്ടാണോ, അതൊക്കെ അറിയാതെ ഇപ്പം നമ്മളെങ്ങനെ അങ്ങോട്ട് പോകണത് ശരിയാണോ? ഉമ്മ ചോദിച്ചു. നുസ്രത്തെ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കണം നല്ലതാണ്. എന്തൊക്കെ തന്നെയായാലും നമ്മളെ കുട്ടീനോട് ഈ വിവരം ഞാൻ ചോദിച്ചപ്പോൾ മോള് കാര്യമായിട്ടൊന്നും എന്നോട് മറുപടിയൊന്നും തന്നിട്ടില്ല. ആ ഓളെ നാണം കൊണ്ടായിരിക്കും. അല്ലാതെ ഉപ്പ എനിക്ക് വേണ്ടട്ടോ അങ്ങനെ ഒരാളെ ഇല്ല. അങ്ങനെ എൻ്റെ കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് അങ്ങനെ ഇല്ലയെന്ന് വെക്കാം. പക്ഷേ എൻ്റെ കുട്ടി എന്നോട് ഞാൻ ചോദിച്ചിട്ടും ഓള് മൗനാണ്. മൗനത്തിന് അർത്ഥം സമ്മതം എന്നാ അല്ലേ. അപ്പോൾ മൗനമായ സ്ഥിതിക്ക് ഓൾക്കും അത് ഇഷ്ടമുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഒന്ന് ഓളോട് വേണമെങ്കിൽ ഒന്ന് പറയല്ലേ. ഇക്കങ്ങൾ എന്തേ പറയണത്? ഓളോടൊന്നും പറയണ്ട. ഓളോട് ഇനി പറഞ്ഞാൽ ഓളിഞ്ഞ് ഷിഫയോട് പറയും. ഷിഫ പിന്നെ ഓനൊക്കെ അറിയിച്ചു കഴിഞ്ഞാലേ അത് വേണ്ട, അറിയാതെ രഹസ്യമായി അന്വേഷിക്കണം. എന്നാലേ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യമുള്ളൂ. ഇപ്പോഴത്തെ കാലമാണ്, ചെക്കന്മാർ പറഞ്ഞാൽ അത്ര അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റൂല. പല ആൾക്കാരുണ്ടാവില്ലേ, പുറത്തേക്ക് നല്ല മാന്യന്മാരായിരിക്കും, ഉള്ളിൽ എന്തൊക്കെയാണ് പഠിച്ചോനറിയ സ്ഥിതിഗതികളൊക്കെ. അതുമല്ല, ഒരു ബന്ധം തന്നെ അങ്ങനെ ആയതാണ്. ഓളെ ആദ്യത്തെ ഭർത്താവ് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഓൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തും എന്തൊക്കെയാണാവോ പഠിച്ചോനെ. അല്ല നുസ്രത്തെ, ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് പിന്നോട്ടാണല്ലോ. എന്താണ് സംഭവം? ഹുസൈനാജിൻ്റെ വീട്ടിൽ ആ ഒരു ബന്ധത്തിന് ഞാൻ കൂട്ടു നിൽക്കാത്തതിന് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇക്ക, എനിക്കൊരു പ്രശ്നമില്ല. ഞാനൊരു പെറ്റ തള്ളല്ലേ ഓളെ. അപ്പം പിന്നെ എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ കുറച്ചൊരു വേദനയും വേവലാതിയൊക്കെ. എൻ്റെ കുട്ടി നല്ല രീതിക്ക് ജീവിക്കണം, നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ലാതെ ഓൾക്ക് ജീവിക്കാൻ കഴിയണം, സ്നേഹം കിട്ടണം, സമാധാനം കിട്ടണം, അതുപോലെ ഓളെ നല്ലോ നോക്കണ പുതിയാപ്പിളാവണം, കുറച്ചൊക്കെ ജീവിക്കാൻ ആവശ്യത്തിനുള്ള പൈസയും വേണം. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നും ഇല്ല ഞക്കാ, ജീവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ല, ഈ ഇപ്പോൾ ഇതെങ്ങനത്തെ ആളാണെന്നോ എന്താ ഏതാന്നൊക്കെ അപ്പോൾ ഇതിന് കണക്കൂട്ടി വെച്ചോ? ഇക്ക, ഇതിന് മൊബൈൽ ഷോപ്പിൽ നിൽക്കലൊക്കെയല്ലേ പണി. അപ്പം അതിൻ്റേതായിട്ടുള്ള അതിനെന്താ, മൊബൈൽ ഷോപ്പിൽ നിൽക്കുകയാണെങ്കിലും കൂലിപ്പണിക്ക് പോയാലും ഒക്കെ ഇപ്പോൾ ഒരേ പണി തന്നെയാണ്, ഒരേ പൈസയാണ്. എന്താണെന്ന് വെച്ചാൽ എന്തായാലും 700-800 രൂപ ഉണ്ടാക്കാം, ഏറി വന്ന 1000 കിട്ടും. അതൊന്നും പോരെ നമ്മളെ മോൾക്ക് ജീവിക്കാൻ? അത് മതിയേ. സ്നേഹം സമാധാനം കിട്ടിയാൽ പോരെ. സ്നേഹം സമാധാനമുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ ഓൾക്ക് ഒന്ന്
അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസക്ക് വേണ്ടി ഒരു പണിയുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്തിനാ നമ്മൾ കൂടുതൽ ആലോചിക്കണേ. എനിക്ക് എന്താ അറിയില്ല, ഇതിങ്ങനെ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം അറിയണം എന്നൊക്കെ ഒരു തോന്നൽ വരികയാണ്. കാരണം എന്താണെന്നോ, ഒന്നുമല്ല, നമ്മളെ കുട്ടി നുസേബ ഓൾക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഓളെ ഇഷ്ടം കൂടി നമുക്കൊന്ന് അറിയണമല്ലോ. അല്ലാതെ നമ്മളിഷ്ടം മാത്രം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലേ നമ്മളെ കുട്ടിക്ക് സമാധാനം വേണ്ടേ. നുസ്രത്ത് ഈ മനസ്സിലാക്കുന്നുണ്ടോ? ഇക്ക, എനിക്ക് മനസ്സിലാണക്കുണ്ട്, പക്ഷെ എന്നാലും എനിക്കൊരു വേദന ഉണ്ട്. എന്തിന് വേദന? അത് ഒഴിവായി പോയതിനാണോ? അത് ഒഴിവായി പോയിട്ടൊന്നുമില്ല. ഞാൻ ആ സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത കാര്യമൊന്നും അവരറിയില്ല. അവരറിഞ്ഞിട്ടന്നില്ല നമ്മളെ മോളെ ഞാൻ ഞങ്ങോട്ട് കെട്ടിച്ച് കൊടുക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്തത്. അറിഞ്ഞിട്ടില്ല. ആ മോനും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഉമ്മയും അറിഞ്ഞിട്ടുണ്ടാവില്ല. അയാൾക്ക് പിന്നെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊന്ന് നജീബിൻ്റെ കട വരെ പോയിട്ട് വരാം. എന്തിനാ? അല്ല, നാളത്തെ പോക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ആ നജീബേ, ഞായറാഴ്ച ആയിട്ടും ഇജ് ഷോപ്പ് തുറന്നിക്കണല്ലേ? പൊന്നാരൻ്റെ ലത്തീഫേ, നമ്മൾ ഒരു ദിവസം അടച്ചിട്ടാലെന്താ, നമ്മളതാണ്ട് പോയി. ഇപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ വെറുതെ നിൽക്കല്ലേ ഈ സമയത്തൊക്കെ. അതിനേക്കാളും നല്ലത് എന്തായാലും വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് പോകും, ഉച്ചക്ക് ചോറ് തിന്നാൻ പോകും, രാവിലെ ചായ കുടിച്ചിട്ടേ വരുള്ളൂ. അതിനൊക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞായറാഴ്ചയും കൂടി ആണ് തുറന്നു വെച്ചാൽ കച്ചവടം നടക്കണേ നടക്കട്ടെ. പിന്നെന്താന്നോ, ഒരു കാര്യമുണ്ട്, ഞായറാഴ്ച പല കടകളും ഒഴിവായിരിക്കും. അപ്പോൾ കട ഉള്ള സ്ഥലത്ത് നോക്കി ആളുകൾ വരും. ഞായറാഴ്ച എനിക്ക് കച്ചവടം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തുറക്കണതും. എല്ലാവരും ലീവ് എടുത്ത് പോവും, നമുക്ക് പിന്നെ ലീവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലേ, ഞാൻ വിചാരിച്ചു ഇന്നലെ ആ കാര്യം പറഞ്ഞപ്പോഴേ ഞായറാഴ്ച ലീവല്ലേ എന്ന് ഈ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ പറഞ്ഞതാണ്. അല്ലേ, സാധാരണ നമ്മളെ പലചരക്ക് കട പോലത്തെ ഒന്നും ഞായറാഴ്ച ചിലതൊന്നും ലീവ് ഉണ്ടാവില്ല. പക്ഷേ മൊബൈൽ ഷോപ്പൊക്കെ മിക്കവാറും ലീവായിരിക്കും. നല്ല കച്ചവടമുള്ള സ്ഥലങ്ങളിൽ ലീവും ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും. കാരണം അന്ന് ഒരുപാട് ആളുകൾ ഞായറാഴ്ച ആയിട്ട് പുറത്തിറങ്ങിയിട്ട് ഫോൺ നന്നാക്കാൻ കൊടുക്കാനും പുതിയത് വാങ്ങാനും ഒഴിവുള്ള ദിവസം ഓലിറങ്ങുക, അങ്ങനെ ഇറങ്ങണവരുണ്ടാവും. ഓർക്കൊക്കെ വേണ്ടി അത് ഓപ്പൺ ആക്കിയാലല്ലേ കച്ചവടം നടക്കുള്ളൂ. അങ്ങനെയാണ് ബിസിനസ്സിലെ ട്രിക്കേ. എന്നാൽ ഇന്ന് തന്നെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലേ പൊന്നാരൻ്റെ ലത്തീഫേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനോട് കുറച്ച് നേരത്തെ പറയേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റി കുളിച്ച് ഒരുങ്ങി വരുമ്പോഴത്തേനെ നേരം വൈകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി തിങ്കളാഴ്ച അങ്ങോട്ട് പോകാം, അതായിരിക്കും നല്ലത്. നല്ല ദിവസം തന്നെ ആയിക്കോട്ടെ. തിങ്കൾ നല്ലതാണല്ലോ, തിങ്കൾ വ്യാഴം അതൊക്കെ നല്ല ദിവസങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ പോവായിരിക്കും നല്ലത്. ആയിക്കോട്ടെ എന്നാൽ. പക്ഷേ എന്താ അറിയില്ല, എനിക്കതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടും അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടും പൊന്നാരൻ്റെ നജീബ് എന്നോട് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ തന്നെ കഴിയണില്ല. എങ്ങനെയെങ്കിലും ആളൊന്ന് പോയി കാണണം, ഒന്ന് കണ്ടുപിടിച്ച് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്നൊക്കെ ഒരു തോന്നലിങ്ങനെ വരികയാണ്. ആഹാ, നല്ല പുതുമ. എന്തായാലും മോൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കനെ കാണാൻ എനിക്ക് ഇത്ര വലിയ ധൃതിയായില്ലേ? അതേടാ, സത്യമായിട്ടും എനിക്ക് എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം എന്താണെന്ന് ഒന്ന് അറിയാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഓള് തൊള്ള തുറന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കൂല. ഉപ്പാക്ക് അന്നൊക്കെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. എന്താണെന്നറിയില്ല, മോളെ ഇതുവരെ ആദ്യത്തെ കല്യാണത്തിന് പോലും ഇത്ര സന്തോഷിച്ചിട്ടില്ല. പക്ഷേ ഇത് കാണാൻ പോയിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, എങ്കിലും മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം നിറയുകയാണ് ഉപ്പയുടെ. അങ്ങ് ഹുസൈനാജിയുടെ വീട്ടിൽ മജീദത നേരത്തെ കാലത്ത് തന്നെ ഇന്ന് ഹാജരായിട്ടുണ്ട്. ഉമ്മ വിചാരിക്കുന്നു, രാവിലെ തന്നെ വന്നോളും ഓരോന്ന് പറഞ്ഞിരിക്കാൻ. എന്തെങ്കിലുമൊക്കെ ആലോചനയായിട്ട് വന്നതായിരിക്കും. മോൻക്കെന്ന പേരിൽ പറഞ്ഞിറങ്ങും. എവിടെ തന്തക്കാണ് കൂടുതൽ ആവശ്യം. ഒരു 4 പെണ്ണങ്ങട് കെട്ടി കൂടണം, എന്നാൽ പിന്നെ മൂപ്പർക്ക് സന്തോഷമാവും. ഞാനൊന്നും ഒന്ന് പറഞ്ഞാലും പറ്റൂല, എൻ്റെ നേർക്കെടുക്കും. ഹുസൈനാജിയും മജീദും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മജീദേ, എൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് സമാധാനം പോരാ. അതെന്തിയ മുതലാളിയെ? അല്ലേ, ഇനിയിപ്പോൾ എൻ്റെ മോനെ കൊണ്ട് ലത്തീഫ് ഓളെ പെണ്ണിനെ കെട്ടിച്ചേരുന്ന കാര്യം കുറച്ച് ടൈറ്റായിരിക്കും. അത് ഓനോട് ഞാൻ പറഞ്ഞേക്കണ് കാര്യങ്ങളൊക്കെ. എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പെൺകുട്ടികളെ ശ്രദ്ധിക്കണം. ഓൾക്ക് ഒരു കുഴപ്പം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓന് വല്ലാതൊരു തെളിവില്ല. മിക്കവാറും സംഭവം അത് പ്രയാസം തന്നെയാണ് നമുക്ക് കിട്ടാൻ. പക്ഷേ എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷം അത് മറ്റൊരാൾക്ക് കിട്ടാൻ ഹുസൈനാജി സമ്മതിക്കൂല. ഹേയ്, അത് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരിക്കണോ, എൻ്റെ വീട്ടിലേക്ക് ആ കുട്ടീനെ കൊണ്ടുവരാൻ കരുതിയിരിക്കണോ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇവിടെ എത്തണം. ഇങ്ങോട്ടല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരു വീട്ടിലേക്ക് ആ കുട്ടി പോണതേ കുട്ടിയെന്നല്ല, ആരായാലും വേണ്ടിയില്ല. എന്താണ് ഹുസൈനാജി മനസ്സിൽ വിചാരിച്ചത്? അത് ഞമ്മക്ക് കിട്ടാഞ്ഞാലേ പിന്നെ മറ്റൊരാൾക്കും അത് അനുഭവിക്കാൻ നമ്മൾ സമ്മതിക്കൂലട്ടോ. അത് ഉമ്മ കേട്ട് ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, ഞാൻ വിചാരിച്ചു ആ കുട്ടി സ്വസ്ഥമായി സുഖമായി എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന്. ഇപ്പോഴിതാ ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാ പെണ്ണുങ്ങളും ഈ വീട്ടിലേക്ക് വരണം എന്നാണോ ഇയാളെ ചിന്താഗതി? പഠിച്ചോനെ, ഇങ്ങനെയുണ്ടല്ലോ ആളുകൾ. ഉമ്മാക്കാകെ ഭയമായി. അള്ളാഹുവേ, പെട്ടെന്ന് ആ പെണ്ണിൻ്റെ ചെക്കൻ്റെ നിക്കാഹാണ് കഴിഞ്ഞ് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഇയാളുടെ കൺമുമ്പിൽ ജീവിക്കാൻ സമ്മതിക്കും തോന്നുന്നില്ല. അല്ല മുതലാളിയെ, അതിനിപ്പോൾ ഇനിയിപ്പോൾ എന്താ കാട്ടുക? അങ്ങനെയാണെങ്കിൽ ഒരാൾ ജീവിച്ച് പൊയ്ക്കോട്ടെ നിൽക്കണം, അല്ല എന്താ? ഞമ്മക്ക് വേറെ നോക്കുക, നിങ്ങൾ ബേജാറല്ലേ? മജീദേ, ഇജെന്താ പറയണത്? ഹുസൈനാജ് എന്തെങ്കിലും മനസ്സിൽ കരുതിക്കണമെങ്കിൽ അത് നേടിയെടുത്തിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിക്കൊണ്ട് മറ്റൊരാളതൊന്ന് സ്വന്തമാക്കേ. എനിക്കല്ലെങ്കിൽ എൻ്റെ മോനക്കെങ്കിലും ആയിട്ട് ഓളങ്ങോട്ട് കെട്ടിക്കൊണ്ടിരണം, ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റാരൊന്നും ചിന്തിക്കാൻ പാടില്ല. പൊന്നാരൻ്റെ ആജിയരെ, ഇപ്പോഴത്തെ പെൺകുട്ടികളാണ്. ഓല മനസ്സിൽ ഓരോന്ന് തോന്നും. ഓല മനസ്സിൽ തോന്നിയതേ ഓല ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളിവിടെ വാശി പിടിച്ച് നിന്ന് വെച്ചിട്ടൊന്നും ഒന്നും നടക്കാൻ പോണില്ല. ഇപ്പോഴത്തെ കാലം വേറെയാണ്. പെൺകുട്ടികൾ എന്താ പറയണത് അവിടെയാണ് നിയമം. ഓൽക്ക് അനുകൂലമായിട്ടാണ്. അല്ലാതെ നിങ്ങൾ ഇനിയിപ്പോൾ എത്ര പണം വാരി എറിഞ്ഞിട്ടും കാര്യമില്ല. അത് പോട്ടെ, നമുക്ക് വേറെ നോക്കാലോ. ഇനിയിപ്പോൾ അതല്ല, അങ്ങനെ ഓളെ ബലം പ്രയോഗിച്ച് ഇങ്ങോട്ട് കെട്ടിക്കൊടുന്നെന്ന് വിചാരിച്ചോ, എന്നാലിപ്പോൾ ആ കുട്ടി ഇവിടെ നിൽക്കുമോ? ഓൾക്ക് മനസ്സുണ്ടാവുമോ നിൽക്കാനേ? ഓൾ നിൽക്കൂലേ? ഓളെ നിർപ്പിച്ചാലുള്ള പണി എനിക്കിവിടെ ഉണ്ടല്ലോ. അതിനപ്പോൾ പണിയില്ലാത്തത്? എങ്ങനെയൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല, അത് ഇങ്ങോട്ടുള്ള പെണ്ണാണ്. അതിൽ മറ്റൊരുത്തനും കൈയിടാൻ വേണ്ടി നോക്കണ്ട. മജീദ് ഉള്ളിലൊന്ന് ചിരിച്ചു. ഉമ്മാക്കാകെ ബേജാറാകുന്നു. ഉമ്മ വിചാരിക്കാണ്, പഠിച്ചിറപ്പേ, ഇയാളെന്താ ഇങ്ങനത്തെ ഒരു സാധനമായി പോയത്? എന്തിൻ്റെ കേടാ ഇയാൾക്ക്? എന്തായാലും മോൻ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, ഉമ്മ വിചാരിച്ചു. ഉപ്പയില്ലാത്ത നേരം വേണം വിളിക്കാൻ. അന്ന് മജീദും ഉപ്പയും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അതാ പുറത്തേക്ക് പോകുന്നു. ഇത് തന്നെ പറ്റിയ തക്കം. ഉമ്മ ഫോണെടുത്തു മോൻക്ക് വിളിക്കുവാൻ വേണ്ടി. ഉമ്മയുടെ കോൾ കണ്ടപ്പോൾ മോൻ അസ്കറത തിരിച്ചു വിളിക്കുന്നു. ഹലോ ഉമ്മ. മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തുമ്മ ഈ സമയത്ത് പതിവില്ലാതെ? മോനെ, ഒന്നുമില്ലടാ, ഇപ്പം ഇല്ലാത്ത നേരം നോക്കിയാലേ വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്നോട് വർത്താനം പറയുമ്പോൾ സ്വന്തം മോനാണ്. എന്താ അമ്മയും മോനും ഒരു കുശുകുശുപ്പ്, അങ്ങനെ ഓരോരോ വർത്താനാണ്. അതെ, എന്തുമ്മ നിങ്ങൾ പറയും കാര്യം? മോനെ, അന്ന് ഉമ്മ കാണാൻ പോയില്ലേ ആ പെണ്ണിനെ, നുസൈബ എന്ന് പേരുള്ള പെണ്ണിനെ? ആ പെണ്ണിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എന്തു ഉമ്മ? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ? ഞാൻ പോയിട്ടൊന്നുമില്ലല്ലോ. എന്താ നീ പറയും? പെട്ടെന്ന് കല്യാണം വേണമെന്നങ്ങനെ പറയണ്ടോ? അതൊന്നുമല്ല മോനെ, അത് ആ കുട്ടിക്ക് ആരോയിട്ടാ ഇഷ്ടമാണെന്നോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അതിപ്പോൾ മജീദ് കണ്ടുവെന്നോ അങ്ങനെയൊക്കെ അത് പറയണ്. ആർക്കറിയാം, ഉള്ളതാണോ ഇല്ലാത്താണോ ഒന്നും അറിയില്ല. എന്നിട്ട് ഉപ്പാനോട് ഇങ്ങനെ പറഞ്ഞിട്ടേ ഇപ്പം അയിമ ദേഷ്യം പിടിച്ച് നടക്കുകയാണ്. ഇപ്പം വരണം, ഈ വീട്ടിലേക്കുള്ള പെണ്ണാണത്, മറ്റൊരുത്തരും കൈ കടത്താൻ സമ്മതിക്കൂല, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പറഞ്ഞ് നടക്കുക. എന്താ ഉമ്മ ഉപ്പാൻ്റെ കഥ? ആ കുട്ടിക്ക് അങ്ങനൊരു ബന്ധമുണ്ട്, അങ്ങോട്ട് പോയിക്കോട്ടമ്മ. ആ കുട്ടി ജീവിച്ചോട്ട് സന്തോഷമായി. നമ്മളെന്തിനാ അതിൽ ഇടപെടണേ? നമ്മളൊരു കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മളെ കുട്ടി ആയിട്ടില്ലല്ലോ. ജസ്റ്റ് എൻ്റെ ഉമ്മ ഒന്ന് കാണാൻ പോയി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മളതാണത്. ഉപ്പാക്ക് എന്തിൻ്റെ കേടാത്? ആ കുട്ടി ജീവിച്ചോട്ടെ. ഞാൻ അപ്പോഴേ ഉപ്പാനോട് പറഞ്ഞേക്കണം, ഉപ്പ ആയിട്ടില്ല,
ഒരു വർഷം കഴിഞ്ഞിട്ട് സെറ്റിൽഡ് ആയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മതിയെന്ന്. അന്ന് ഉപ്പാൻ്റെ വാശിക്കല്ലേ അങ്ങോട്ട് പോയത്. ഇപ്പോൾ ഇതിപ്പോൾ എപ്പോഴും അതിനായിട്ട് നടക്കന്നെ. മോനെ സത്യം പറയാനുണ്ടാ, എനിക്കത് കേട്ടപ്പോൾ സമാധാനം ഉണ്ടായത്. ആ കുട്ടി നല്ല രീതിയിൽ ജീവിച്ചോട്ടെ, നമ്മളെ വീട്ടിലെത്തിയുള്ള സ്ഥിതി എനിക്കറിയില്ലേ ഉമ്മ? എനിക്കറിയാം. ആ അതുകൊണ്ട് തന്നെ മോനെ ഞാൻ പറയുന്നത്, നല്ലൊരു പെൺകുട്ടിയാണ്, നല്ല അച്ചടക്കവും നല്ല ദീനീബോധമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി നമ്മളെ വീട്ടിലേക്ക് എത്തിപ്പെട്ടാൽ അത് അപകടമാണ്. പിന്നെ പറ്റും എനിക്കൊക്കെ കല്യാണം കഴിഞ്ഞേക്കാണ് കൊണ്ടുപോകാൻ പറ്റുകയാണ്, എൻ്റെ തിരക്കടില്ല എൻ്റെ കൂടെ ജീവിക്കാൻ. അതും അപ്പം തന്നെ നമ്മളിപ്പോൾ ഫാമിലിനെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് സെറ്റിൽഡ് ആയിട്ടല്ലേ പറ്റുള്ളൂ. അത് മാത്രമല്ല എല്ലാം വേണ്ട അവർക്കുള്ളത്. അത് പെട്ടെന്ന് ഇപ്പോൾ കൊണ്ടുപോകാൻ നടക്കില്ല. അതുപോലെ കല്യാണം കഴിഞ്ഞാൽ 1 വർഷമൊക്കെ നാട്ടിൽ നിന്നിട്ട് കയറി വന്ന ഒരു 5-6 മാസം ഓക്കെ അങ്ങനെ നിന്നിട്ടൊക്കെ അല്ലേ പറ്റുള്ളൂ. അതുവരെയും മോനെ അതൊക്കെ ശരിയാണ്. അതന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ല സന്തോഷമായി ആ കുട്ടിൻ്റെ കഥ. അവർ രണ്ടാളും സംസാരിക്കണം ഞാൻ കേട്ടതാണ്. ഇനിയിപ്പോൾ ഞാനെങ്ങാനും അത് കേട്ടു എന്ന് പറഞ്ഞ പ്രശ്നം അതിനും മടിക്കൂല എൻ്റെ അപ്പ. ഉമ്മ ആ കുട്ടി എടുത്ത തീരുമാനം നല്ലതാണെങ്കിൽ അത് ഹയറാണെങ്കിൽ അത് നടന്നോട്ടെ, നമ്മളായിട്ട് എതിരെ നിൽക്കണ്ട. നിങ്ങൾ ഉപ്പാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി. അതതിൻ്റെ പാട്ടിന് എങ്ങനെ വെച്ചാൽ പോയിക്കോട്ടെ. എന്താ നമ്മളിങ്ങനെ ഇഷ്ടമില്ലാത്തതിന് ഓരോന്നിനും ഇങ്ങനെ വേണ്ടി കാത്തു നിൽക്കണത്? ഉമ്മ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. മോനെ ഞാൻ പറഞ്ഞാലേ എനിക്ക് 2 അടിയായിരിക്കും കിട്ടുക. ഞാൻ ഒന്നും പറയാൻ പോലില്ല. എന്തെങ്കിലും നല്ലത് ഉപദേശിച്ചാൽ തന്നെ എൻ്റെ കാര്യം നോക്കാം, ഇജ്ജ് ആരുടെ നോക്കും. ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പച്ചിൻ്റെ ഭാര്യ എന്നല്ലേ. പക്ഷേ ആ ഒരു പരിഗണന ഒന്നും നമുക്ക് ഇല്ലാത്തടത്തോളം കാലം ഇവിടെ അങ്ങനെ ഒതുങ്ങിക്കൂടാനേ കഴിയുള്ളൂ. കുറേ ഉണ്ട്, സ്വത്തും അതിലും പണവും പണ്ടും പൈസയൊക്കെ. എന്തുണ്ടായിട്ടും എന്താ സമാധാനം ഉണ്ടോ? അതൊക്കെ ഇല്ലാത്ത പാവപ്പെട്ടൊരു കുടുംബത്തേക്കാണെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയായിരിക്കും. ഇങ്ങനെ എൻ്റെ അപ്പൻ തന്നെ എന്നെ കണ്ട് കെട്ടിക്കൊടുന്നതാണല്ലോ. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. എല്ലാ പെണ്ണുങ്ങളോടുള്ള കമ്പനിയും കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ മനസ്സ് പിടക്കും. സത്യമായിട്ടും മക്കളെ വിചാരിച്ചാണ് ഞാൻ നിന്ന് പോകുന്നത്. ഉമ്മ നിങ്ങൾ സങ്കടപ്പെടില്ല, നിങ്ങൾ എപ്പോഴും അതിങ്ങനെ പറയുമല്ലോ. അതെന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയണത്? അതൊക്കെ കഴിഞ്ഞു പോയ കാലങ്ങളല്ലേ, കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ മോനെ അതിന് ചില വേദനകൾ മനസ്സിൽ നിന്ന് മായ്ച്ചാൽ മായൂല. അതെങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പഴയതൊക്കെ ഓർമ്മ വരികയാണ്. എന്തപ്പോൾ ഞാൻ ചെയ്യുക? എന്തായാലും ആ കുട്ടി രക്ഷപ്പെടട്ടെ. പറ്റുകയാണെങ്കിൽ ഞാൻ തന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ച് പറയും. ഫോൺ നമ്പർ ഒന്ന് കിട്ടിയാൽ എങ്ങനെയെങ്കിലും ഓലെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് പറയും, നിങ്ങൾ കല്യാണമൊക്കെ നടത്തിക്കോളി, നോക്കിക്കോളി, ഇത് കാത്തു നിൽക്കണ്ട എന്നുള്ളത്. ഉമ്മ നിങ്ങൾ പറഞ്ഞോളി, എനിക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു വേദനയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അത് എൻ്റെ ഉമ്മാൻ്റെ മനസ്സിലൊരു വേദന വന്നോന്ന് തോന്നിയിട്ടാണ്. അല്ലാതെ ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടില്ലല്ലോ ഉമ്മ. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടുമില്ല, ഞാൻ ആ കുട്ടീനോട് സംസാരിച്ചിട്ടുമില്ല. എൻ്റെ ഉമ്മയല്ലേ പോയി കണ്ടത്. എൻ്റെ ഉമ്മ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്നോട് നല്ല രീതിയിൽ ഉമ്മ പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോരാൻ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ ഒന്ന് പറഞ്ഞു, ഉമ്മ അങ്ങനെ പെണ്ണ് കാണാൻ പോയിരുന്നു, ഞാൻ പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്തിനാടാ, നല്ല കുട്ടിയല്ലേ, നല്ല അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പോയി ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചിട്ടാൽ എന്താ, പെൺകുട്ടികളിപ്പോൾ കിട്ടാനില്ല. അങ്ങനെയൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു, കാണാൻ പോയാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ, 1 വർഷം കഴിഞ്ഞിട്ടല്ലേ, വന്നിട്ടാവാലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഉമ്മ എൻ്റെ മനസ്സിൽ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അത് സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട, എൻ്റെ ഉമ്മാക്ക് മനസ്സിനിണങ്ങിയ പറ്റിയൊരു പെൺകുട്ടി ആയിരുന്നു എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മയുടെ അടുത്ത് നിന്ന് അവൾ അകന്നു പോകുന്നൊരു ആ ഒരു സങ്കടം. അല്ലാതെ എൻ്റെ മനസ്സിക്ക് ഞാൻ കണ്ടിട്ടുമില്ല, അവളെ പറ്റി അറിഞ്ഞിട്ടുമില്ല. എൻ്റെ ഉമ്മയല്ലേ കണ്ടതും കേട്ടതൊക്കെ. മോനെ അത് ശരിയാണ്, ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളെ എൻ്റെ മരുമകളായി എൻ്റെ അടുത്തേക്ക് വരില്ല എന്നറിഞ്ഞപ്പോൾ മനസ്സ് ചെറുതായി ഒന്ന് വേദനിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ആ കുട്ടിയുടെ ഭാവി നന്നാണെങ്കിൽ അത് മറ്റാരുടെയും കൂടെ ജീവിച്ചോട്ടെ, അതായിരിക്കും നല്ലത്. ഇവിടെ വന്നാൽ എൻ്റെ അനുഭവം ആ കുട്ടിക്കും വരും. അതുകൊണ്ട് ഞാൻ സമാധാനിച്ചു. കിട്ടിയാലൊക്കെ നല്ല കുട്ടി തന്നെയാണ്, എൻ്റെ മോനക്ക് പറ്റിയ പെണ്ണുമാണ്, നല്ല ദീനിയായ നല്ല അച്ചടക്കമുള്ള നല്ല പെൺകുട്ടി. ഞാൻ ആഗ്രഹിച്ചതും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ആര് വന്നാലും ഒക്കെ കണക്കാണ്. പിന്നെ ഞാൻ വിചാരിക്കും എൻ്റെ മോൻ കെട്ടിക്കൊണ്ടിരുന്ന മരുമകളെങ്കിലും കുറച്ചൊന്ന് ഉഷാറുള്ള, കുറച്ചൊന്ന് ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിയണ
പെണ്ണായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ മോനെ, ആ പെൺകുട്ടി ഒരു പാവാണ്. അവൾ ഇവിടെ വന്ന് ഇടങ്ങാറാവണ്ട. അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ നല്ല രീതിയിൽ. എന്തായാലും ഓലെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം. നമ്പർ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് വിളിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ഉമ്മ, എന്നാൽ നിങ്ങൾ ഉപ്പ വരുന്നതിന് മുമ്പ് വേഗം വിളിച്ചോളൂ. വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അവരിപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിലോ. എന്തൊക്കെ തന്നെയായാലും നടന്നോട്ടെ, അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ, അതേ നമുക്ക് ആഗ്രഹമുള്ളൂ. ഒരാളും ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. മോനെ, എന്നാൽ ശരി കേട്ടോ. അസ്സലാമു അലൈക്കും. ഉപ്പ വരുമ്പോഴത്തേന് നമ്പറൊന്ന് തപ്പിപ്പിടിച്ച് വിളിക്കട്ടെ. ഉമ്മ അതാ ഫോണെടുത്ത് ചെക്ക് ചെയ്യുന്നു. കാരണം അന്നൊരിക്കൽ വിളിച്ചിരുന്നു, പിന്നെ വിളിച്ചിട്ടില്ല. അത് കുറേ ആയി. അസ്കറിൻ്റെ ഉമ്മ അതാ ആ നമ്പർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം അതാ ഒരു നമ്പർ കിട്ടി. ഇതായിരിക്കും. ശരിക്കും സേവ് ചെയ്ത് വെച്ചിട്ടില്ല. എന്തപ്പോൾ നുസൈബ എന്നൊക്കെ കാണുന്നുണ്ട്. ഇതന്നെയാണാവോ, ഒന്ന് വിളിച്ച് നോക്കട്ടെ. ഉമ്മ അതാ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിൽ വെക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്. നുസൈബയുടെ വീട്ടിൽ നുസൈബയുടെ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് അവൾ പറയുന്നു, ഉമ്മ അതാരോ വിളിക്കുന്നു, മോളെടുത്ത് നോക്ക്. ആരെടുത്ത് നോക്ക് ഉമ്മ, ഇത് നമ്പറാണല്ലോ, അത് സേവ് ചെയ്തിട്ടൊന്നുമില്ല. ഹലോ. നുസൈബ ഫോൺ എടുത്തു. ആരാണ്? മോളെ, ഇത് നുസൈബയാണോ? അതെ. ആരാണ്? ഉമ്മ എവിടെ മോളെ? ഒന്ന് കൊടുക്കുമോ? ഉമ്മ എന്താ പെണ്ണേ? ഉമ്മ, ദാ ആരോ വിളിക്കുന്നു. എന്നാ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഫോണ്. ഉമ്മ അവിടെ വിറകെടുത്ത് വെക്കുകയായിരുന്നു. ഹലോ, ആരാണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആരാണ്? മനസ്സിലായില്ലല്ലോ. അത് ഞങ്ങൾ ഇന്നാൾ കാണാൻ വന്നില്ലേ, അസ്കറിൻ്റെ ഉമ്മയാണ്. അന്ന് മജീദാക്കാൻ്റെ ഒപ്പം വന്നില്ലേ, അവിടെ നിന്നാണ്. ആണോ? പടച്ച റബ്ബേ. ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവർ വിവാഹത്തിന് വേണ്ടി വിളിക്കുകയാണോ, അല്ലെങ്കിൽ നിശ്ചയത്തിന് വേണ്ടി വിളിക്കുകയാണോ എന്നൊക്കെ ഉമ്മ വിചാരിച്ചു. ഉമ്മാക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല. ഉമ്മ ആകെ ടെൻഷനായി. ഹലോ. പറയും, എന്തൊക്കെയാണ്? സുഖമല്ല നിങ്ങൾക്ക്? സുഖമാണ് അൽഹംദുലില്ലാ. മോളെവിടെ? മോളാണല്ലോ ഫോൺ എടുത്തില്ലേ. എന്തൊക്കെയാണ് ഇവളെ വർത്താനം? ഓള് പഠിപ്പൊക്കെ കഴിഞ്ഞോ? ഇല്ല, എക്സാം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എക്സാമൊക്കെ അടുത്ത് വന്നിരുന്നു, പിന്നെ എന്തോ പ്രശ്നമൊക്കെ ആയിട്ടേ അത് വീണ്ടും ഒന്നും കൂടി നീട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് വേണം അത് ബാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ. ആയിക്കോട്ടെ, ബേജാറാകണ്ടല്ലോ. ഓള് പഠിച്ചോട്ടെ. പഠിക്കണല്ലോ കുട്ടികൾ. പഠിച്ച പോലെ ഇഷ്ടം പോലെയൊക്കെ ഒരു ജീവിതം ആകട്ടെ. അല്ലാതെ നമ്മൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പിടിച്ച് കെട്ടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ആ കുട്ടികളവിടെ ഒറ്റപ്പെടുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ പിന്നെ പഠിക്കാനൊക്കെ വിടണം. അങ്ങനെ സ്വതന്ത്രമായി ഓൾക്ക് പോകാനൊക്കെ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, എന്തൊക്കെ നിങ്ങളെ വർത്താനം? നല്ല വർത്താനം. മോനെ വിളിച്ചിരുന്നോ? മോനെ വിളിച്ചിരുന്നു. പിന്നെ താത്ത, ഞാൻ എന്താ വിളിച്ചതെന്ന് വെച്ചാലേ മറ്റൊന്നുമല്ല. നുസൈബയുടെ ഉമ്മക്ക് ആകെ ടെൻഷനായി. എന്താണ്? അല്ലേ, മോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കേട്ടു. മറ്റൊരാളായിട്ട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നോ അങ്ങനെയൊക്കെ. പഠിച്ചോനെ, അത് നിങ്ങളോട് ആര് പറഞ്ഞത്? അല്ലേ, ഇവിടെ ഇങ്ങനെ ഇവർ സംസാരിക്കണ കേട്ടു. അത് കേട്ടപ്പോൾ നുസൈബയുടെ ഉമ്മ ശരിക്കും പേടിച്ചു പോയി. തൻ്റെ മകൾക്ക് അങ്ങനെയൊരു ബന്ധമുള്ളതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞ് വിവാഹമൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടി വിളിക്കുകയാണ് എന്നാണ് നുസൈബയുടെ ഉമ്മ കരുതിയത്. താത്ത, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് നുസൈബയുടെ ഉമ്മക്ക് അറിയുന്നില്ല. തൻ്റെ മകളെക്കുറിച്ച് ഇങ്ങനെ അവർ പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേടായിപ്പോയി. അതെ, കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികളെ മനസ്സിലങ്ങനെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ കുട്ടി അത്രക്കാരൊന്നുമല്ല. അതാരും ഇങ്ങോട്ട് ചോദിച്ചു എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഓൾക്ക് അങ്ങോട്ടൊന്നുമില്ല. ഓളെ മറിയും കാര്യങ്ങളും ഹിജാബ് ഇതൊക്കെ കണ്ടിട്ടേ ആരോ ഇങ്ങോട്ട് അതൊരു ദീനിയായ ഒരാൾ ചോദിച്ചു അങ്ങനെ പറഞ്ഞു കേട്ടത്. അല്ലാതെ എൻ്റെ കുട്ടി അങ്ങോട്ട് ഒരിക്കലും
ഹേയ് അത് വിചാരിച്ചിട്ടെന്നല്ല, എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ചിന്തയില്ല. താത്തങ്ങൾ ബേജാറാവില്ലേ? അതേ, ഞാൻ അതൊന്നല്ല പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്നല്ലല്ലോ. നിങ്ങളെ കുട്ടി എത്ര നല്ല കുട്ടിയാണെന്നുള്ളത് എനിക്ക് ഒറ്റ നോട്ടത്തിലേ കണ്ടപ്പോൾ മനസ്സിലായിക്കണ്. ഓളെ സംസാരവും ശൈലിയും അതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ആളെ മനസ്സിലായിക്കണ്. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ, ബേജാറാവില്ലേ. നിങ്ങളെ ബേജാറാക്കാൻ വിളിച്ചതല്ല ഞാൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കിട്ടിയപ്പോൾ വിളിച്ചതാണ്. അതെന്തേ? അല്ല, ഇവിടെ ആരും ഇല്ലാത്ത സമയത്തെ ഞാൻ അങ്ങനൊരു വാർത്ത കേട്ടും ചെയ്തു. ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്ക് അറിയില്ല. നുസൈബയുടെ ഉമ്മക്ക് ആകെ ഒരു നാണക്കേട്. ഹൈ, എന്നാലും എൻ്റെ കുട്ടിയെക്കുറിച്ച് അവിടെയൊക്കെ പഠിച്ചോനെ, ഈ പെണ്ണ് എന്തിനാ അങ്ങനെ അതിനൊക്കെ പോയത് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മ പറയാണ്, മക്കളെ മനസ്സിലുള്ള ഇഷ്ടം അതവരോട് ചോദിച്ചറിഞ്ഞിട്ട് ഹയറാണെങ്കിൽ അങ്ങോട്ട് നടത്തി കൊടുത്തോളേ, അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ ഓൽക്ക് ഒരു പിണക്കും ഒന്നും ഉണ്ടാവില്ല. ഓല് നല്ല രീതിയിലാണ് ജീവിച്ച് പോയിക്കോളും. അല്ലാതെ ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് പിടിച്ചു വെച്ച് കൊടുത്തിട്ട് പിന്നെ ഓൽക്കത് ഒരു സുഖമില്ലാഞ്ഞാലേ നമ്മൾക്കും ടെൻഷനാവും, കുട്ടികൾക്കും ടെൻഷനാവും. അതിനേക്കാളും നല്ലത് നല്ല ബന്ധം, നല്ല ഹയറായ ബന്ധമൊക്കെ ആണെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കുട്ടിനെ നിക്കാഹ് കഴിപ്പിച്ച് കൊടുത്തോളി. ഞമ്മക്കൊരു വിരോധമില്ല പറയാനാണ് ഞാൻ വിളിച്ചത്. ഞമ്മക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി കൂട്ടരുത് കേട്ടോ. എനിക്ക് അസ്കറിൻ്റെ ഉമ്മല്ലേ ഓളെ കാണാൻ വന്നത്, അസ്കറിൻ്റെ ഉമ്മാക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ എൻ്റെ കുട്ടീനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞത് ആയിക്കോട്ടമ്മ നടന്നോട്ടെ, നല്ലതാണെങ്കിൽ നടന്നു പോയിക്കോട്ടെ, അല്ലാതെ അത് മുടക്കാനും ഞമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് ആക്കാനൊന്നും പറ്റൂല. ആ കുട്ടിക്ക് ഹയറായ ജീവിതം കിട്ടട്ടെ എന്നാണ് എൻ്റെ മോനും പ്രാർത്ഥിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം? അല്ലേ, ഇവരെപ്പം ഉണ്ടല്ലോ ഹുസൈനാജി, ലോകം അറിയപ്പെടുന്ന മുതലാളി, അതിനറിയാത്ത ആരും ഉണ്ടാവുമല്ലോ നാട്ടിൽ. ആ അദ്ദേഹത്തിന് ഇപ്പോഴും നിങ്ങളെ മോളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കുട്ടികളെ ഇഷ്ടം നോക്കാതെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ആ കുട്ടീനെ ഇഷ്ടമില്ലാതെ ഇവിടെ കൊടുന്നിട്ട് കുട്ടിയെ നിരകിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയണത്. ഹയറാണെങ്കിൽ ആ കുട്ടീനെ അങ്ങോട്ട് കെട്ടിച്ച് കൊടുത്താളേ, വേറെ ആർക്കായാലും വേണ്ടിയില്ല. എന്നാലും ആ ഉമ്മാക്ക് പിന്നെ വാക്കുകൾ മുഴുവിക്കാനായില്ല. ഹലോ, നിങ്ങളെന്താ താത്ത കരയാണോ? കരയൊന്നും വേണ്ട, അതൊക്കെ പഠിച്ചവൻ്റെ വിധി ഉണ്ടെങ്കിൽ ഹയറായി എങ്ങനെ നടന്നു പോയിക്കോളും, അതൊന്നും സാരമില്ല. എനിക്ക് എൻ്റെ മരുമകളായി കിട്ടാൻ നുസൈബയെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും കുട്ടിക്ക് ഹയറ് അതായിരിക്കും. അവളെ വേറെ എവിടേക്കെങ്കിലും കെട്ടിച്ച് പോയിക്കോട്ടെ. ഇങ്ങോട്ട് വരികയാണെങ്കിലേ കുറച്ച് ഉഷറും തന്നോടുള്ള പെൺകുട്ടികളെ പറ്റുള്ളൂ, എന്തെങ്കിലും തന്നെ നടക്കുള്ളൂ. പറ്റ പാവങ്ങളെപ്പോലെ എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ മോളെ നുസൈബയെ പോലെ ഒക്കെ ആയാൽ ഇവിടെ ജീവിച്ച് പോരാൻ കുറച്ച് പ്രയാസമാണ് താത്ത. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിച്ചത്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫോണിലൂടെ കരയുന്ന ഒരു ശബ്ദവും എല്ലാം കൂടി നുസൈബയും കേട്ടപ്പോൾ അവൾക്കും എന്തൊക്കെയോ ഒരു സങ്കടം തോന്നി. എന്തപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിളിക്കണത്? പഠിച്ചോനെ, താത്ത നിങ്ങളൊന്നും കരുതരുത് കേട്ടോ. എൻ്റെ മോനോടും ഞാൻ പറഞ്ഞ് സമ്മതിച്ചതിന് ശേഷം മാത്രമാണ് ഞാനിതിന് നിങ്ങൾക്ക് വിളിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും. നമ്മളെ കുട്ടികളെ സന്തോഷമല്ലേ നമുക്ക് വലുത്. എൻ്റെ മോനക്ക് ഇപ്പോൾ കുഴപ്പമില്ല, മോനെന്ന് വെച്ചാൽ അവളെ കണ്ടിട്ടില്ല. ഇൻഷാ അല്ലാ ഇനി അടുത്ത വർഷമൊക്കെ വന്നിട്ടൊക്കെ ആക്കും പോലെയൊക്കെ ആക്കാം. നിങ്ങളെ മോളെ പറ്റുകയാണെങ്കിൽ നല്ല ബന്ധങ്ങൾ വരികയാണെങ്കിൽ കെട്ടിച്ച് കൊടുത്തോളി, നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഓൾക്ക് എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. എന്തൊക്കെ തന്നെയായാലും ഈ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പെട്ടെന്നതാ അസ്കറിൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തെറിച്ചു വീഴുന്നു, കൂടെ മുഖത്തേക്ക് ഒരടിയും. അവർ ഞെട്ടിത്തെറിച്ചു പോയി. അല്ലാ, എന്താ അടിച്ച് വിളിച്ചു പറയണത്? ഇജ് ആർക്കാ വിളിച്ചു പറയണത് ഓരോന്ന്? എന്ത് കാര്യം വിളിച്ചു പറയണത്? കുറച്ച് നേരമായി അതോടെ കേട്ട് നിൽക്കണം. എന്താണ് ഇപ്പോൾ ഈ കരച്ചിലും വിളിഞ്ഞരച്ചിക്കണം നോക്കുകയാണ്. അപ്പോൾ ഫോൺ ചെയ്യണം. ആർക്കാ ഇത് ഫോൺ ചെയ്തത്? ഇപ്പോൾ ഈ വീട്ടിലേക്ക് ആ പെണ്ണിനെ കണ്ട് കെട്ടിക്കൊണ്ടരുത് പറഞ്ഞാണ്ട്
ധൈര്യം ശക്തിയുള്ള പെണ്ണിനെ വേണമെന്നോ? അതാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ആർക്കാ ഈ വിളിച്ചത് പറയും. അസ്കറിൻ്റെ ഉമ്മയുടെ ആ വെളുത്ത കവിൾ ചുവന്നു തൊടുത്തു. അതെ, അത്രക്കും ശക്തമായ അടിയാണ് അയാൾ അടിച്ചത്. അവർ മുഖം കൊത്തി കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. എൻ്റെ മുഖത്ത് നോക്കി സത്യം പറയും, ഈ ആർക്കാ വിളിക്കണത്? എൻ്റെ സമ്മതമില്ലാതെ ഈ ആർക്കാ വിളിക്കണത്? അതിപ്പം എനിക്ക് അറിയണം. എന്തൊക്കെയാണ് ഈ പറയണത്? ആ ഉമ്മ പൊട്ടിക്കരയുകയാണ്. ആർക്കുമില്ല, ഞാൻ എൻ്റെ വേദന വിഷമമൊന്നും പറഞ്ഞതാണ്. ആരോട് എനിക്ക് പറയാനുള്ള വേദന വിഷമമൊക്കെ? എനിക്കിവിടെ എന്താ വിഷമം? എനിക്ക് സുഖം കൂടിയിട്ടല്ലേ? എൻ്റെ അത്ര സുഖം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഹുസൈനാജി പൊട്ടിത്തെറിക്കുകയാണ്. അയാൾ എപ്പോഴാണ് തിരിച്ചു വന്നത്? ഒന്നും ഉമ്മ ശ്രദ്ധിച്ചില്ല. പാവം, അസ്കറുണ്ടായിരുന്നെങ്കിൽ ഉപ്പയെ തടുക്കുമായിരുന്നു. പക്ഷേ അയാളുടെ ആ നീച സ്വഭാവം, അതെ, അതുകൊണ്ട് ആ ഉമ്മാക്ക് കനത്തൊരു ആഘാതമാണ് ഏറ്റത്. ആ ഫോണതാ നിലത്ത് കിടന്ന് പൊട്ടിയിരിക്കുന്നു. എടുക്കടി ഫോണ്, എടുക്കാനാണോട് പറഞ്ഞത്. അപ്പോഴേക്കും അതാ മജീദ് ഓടി വരുന്നു. മുതലാളിയെ, നിങ്ങളെന്താണ് ഇവിടെ? എന്തൊരു ഒച്ച കേട്ടത്? അതെ, ഓളൊന്ന് ഞാൻ പൊട്ടിച്ചത് തന്നെ. എന്തിന്? പൊന്നാര കാക്ക, നിങ്ങൾ അങ്ങനൊന്നും ചെയ്യല്ലേ. എന്തിൻ്റെ പേരിലാണ് താത്താ നിങ്ങൾ ഉപദ്രവിച്ചത്? ഞാൻ അറിയാത്തൊരു സംഗതി ഇവിടെ നടക്കാൻ പാടില്ല. ഞാൻ പോയ തക്കത്തിനുള്ള ആർക്കോ വിളിച്ചെന്തൊക്കെ പറയാണ്. സത്യം പറയടി, ആർക്കാണ് ഈ വിളിച്ചത്? വിളിച്ച ആളെ പേരിങ്ങോട്ട് പറയേ. ഞാൻ പറയൂല. എന്നിട്ടെന്തിനാ? അവരും കൂടി ഉപദ്രവിക്കാനാണോ നിങ്ങൾക്ക്? എന്താടി തർക്കുത്തരം പറയുന്നോ എന്ന് പറഞ്ഞ് ഹുസൈനാജിത ഒരടി കൂടി അസ്കറിൻ്റെ ഉമ്മക്ക് നൽകുന്നു. എന്താ നിങ്ങളെന്നെ ഉപദ്രവിക്കണേ? ഇനി നിങ്ങൾ അടിച്ചു കൊന്നാലും വേണ്ടില്ല, ഞാൻ പറയില്ല ഞാൻ ആർക്കാ വിളിച്ചതെന്നുള്ളത്. എന്താടി ഇജ് എൻ്റെ വീട്ടിലിവിടെ ഇങ്ങനെ നക്കാൻ വേണ്ടി ഇരിക്കുക, എന്നിട്ട് ഇജ് ഓരോ കള്ളത്തിനങ്ങനെ ചെയ്യുക അല്ലേ? എന്നെ പറ്റി ഓരോരുത്തരോട് കുറ്റം പറഞ്ഞ് നടക്കുക, അതല്ലേ എൻ്റെ സ്വഭാവം? ഇതുവരെയായിട്ടും ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളോട് ഞാൻ സങ്കടം പറയും. പക്ഷേ ഒരാളും നിങ്ങളെ കൊണ്ട് വേദനിക്കരുതെന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. ആർക്കായി വിളിച്ചത്? സത്യം പറയും, ആർക്കായി വിളിച്ചത് പറയും. അതൊക്കെ ഉണ്ട്, ഞാൻ പറയൂല. ഇജ് പറയൂലേ? വീണ്ടും അതാ അയാൾ അടിക്കുവാൻ വേണ്ടി കൈ ഓങ്ങുന്നു. ഞാൻ പറയാം, പ്ലീസ്, ഞാൻ പറഞ്ഞോളാം. കാക്ക, നിങ്ങളെന്ത് ആ വാതിലും തുറന്നാണ്? നിങ്ങളെന്താ വാതിൽ കുറ്റിയിട്ട് കണ്ട് ഇങ്ങനെന്താ ഉപദ്രവിക്കുന്നുണ്ടാ? മജീദിൻ്റെ സൗണ്ട് പുറത്തു നിന്ന് കേൾക്കുന്നു. അതേ, ഇന്നെ ധിക്കരിച്ച് ആരെങ്കിലും ഇവിടെ എന്തിനേ നിന്നാലേ പിന്നെ വെച്ചേക്കൂലട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹുസൈനാജി ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. ആരോടാ അടിച്ച് വിളിച്ച് വർത്താനം പറഞ്ഞത്? അതിനെ പറ്റി ഇങ്ങോട്ട് പറയും. അനക്ക് ആരെങ്കിലും ഉണ്ടോ ഞാനല്ലാത്തത്? അതെ, അനാവശ്യം പറയരുതിട്ടോ. എനിക്ക് 2-3 മക്കളുണ്ട്. മക്കളുള്ള ഞാൻ നിങ്ങളെപ്പോലത്തെ ചെറ്റത്തരൊന്നും ഞാൻ ചെയ്യൂല. അന്തസ്സോടെ ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ. വേണ്ടാത്ത ഒരു പണിയും നിങ്ങളെപ്പോലെ ഞാൻ ചെയ്തിട്ടില്ല. ആരോടെ ഈ ന്യായം പറയണത്? വീണ്ടും അതാ ഹുസൈനാജി ഭാര്യയുടെ നേരെ ഓങ്ങുന്നു. എത്ര അടി കിട്ടിയാലും വേണ്ടില്ല, ഞാൻ പറയൂല. എന്തിനാണ് പിന്നെ എൻ്റെ മോനെ വരുത്തലും പറഞ്ഞേക്കലും നിക്കാഹ് ചെയ്യിപ്പിക്കലും? അതായിരിക്കും ഇയാളെ പണി. അർജൻറ്റായിട്ട് വരുത്തും മോനെ, അതെനിക്ക് ഉറപ്പുണ്ട്. പെട്ടെന്ന് പോലെ നിക്കാഹ് കഴിപ്പിക്കലും അതിനു വേണ്ടി എന്തും അയാൾ ചെയ്യും. തൽക്കാലം ഞാൻ പറയൂല. അടി കിട്ടിയാലും വേണ്ടില്ല, കുറേ കിട്ടി സഹിച്ചതല്ലേ. പഠിച്ചോനെ, മടുത്തുക്കണ് ഇയാളുടെ കൂടെയുള്ള ജീവിതം. ആ ഉമ്മ കരയുകയാണ്. വാതിൽ ശക്തമായി തുറന്ന് എന്തൊക്കെയോ വലിച്ചെറിഞ്ഞുകൊണ്ട് അതാ ഹുസൈനാജി പുറത്തേക്ക് കിടക്കുന്നു. എന്നാൽ ആ ഫോൺ ഉമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചപ്പോൾ അത് ഓഫായിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം പൊട്ടിയെങ്കിലും അത് ഓണായിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഉമ്മയും നുസൈബയുടെ ഉമ്മയും സംസാരിക്കുന്നതിനിടയിലാണല്ലോ ഹുസൈനാജി അത് കേട്ടുകൊണ്ട് വന്നതും ചെകിടത്തേക്ക് അടിച്ചതും. ആ ഫോൺ നിലത്ത് വീണ് ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ട്, പക്ഷേ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതെല്ലാം അവർ ശരിക്കും കേട്ടു. ആ ഉമ്മ അതെല്ലാം കേട്ടു. ആ ഉമ്മയുടെ കരച്ചിലും അയാളുടെ സംസാരവും അതെല്ലാം ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി, വിറച്ചു പോയി. പടച്ച റബ്ബേ, ഈ വീട്ടിലേക്കായിരുന്നോ എൻ്റെ കുട്ടിനെ കൊടുത്തയക്കാൻ വിചാരിച്ചിരുന്നത്?
എൻ്റെ കുട്ടീനെ ഈ വീട്ടിലേക്കായിരുന്നോ ഞാൻ പറഞ്ഞേക്കാൻ വിചാരിച്ചിരുന്നത്? പാവം ആ തള്ള, അത് അതിൻ്റെ ഒരു മനസ്സിൻ്റെ സ്നേഹം കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി. അവിടേക്കെങ്ങാനും എൻ്റെ കുട്ടി എത്തിക്കുകയാണെങ്കിൽ അതിന് കിട്ടണ പോലെ എൻ്റെ മോൾക്ക് കിട്ടൂലെന്ന് എന്താ അത്ര ഉറപ്പ്? മരുമകൻ എപ്പോഴും വീട്ടിലുണ്ടാവുമോ? കുറേ സഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പാവം, ഇനി എന്താ ചെയ്യുക? അതിനെ തല്ലിക്കൊന്നോ എന്തോ ആവോ. പക്ഷേ ഇനിയും അവരുടെ ആ സംഭാഷണവും ആ വാക്കു തർക്കങ്ങളും കേൾക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കണ്ട ഉമ്മ അതാ ഫോൺ കട്ട് ചെയ്യുന്നു. എല്ലാം കേട്ടുകൊണ്ട് നുസൈബയും അപ്പുറത്തുണ്ടായിരുന്നു. ഉമ്മ, എന്ത് സംഭവം? ആരെ വിളിച്ചത്? എന്തൊക്കെയുടെ ബഹളങ്ങൾ കേട്ടത്? മോളെ, ഒന്നുമില്ല. ഇനി ഈ അതിനെക്കുറിച്ച് ഒന്നും വിചാരിക്കണ്ട. ഉമ്മ, എന്തുണ്ടായതുമ്മ? എന്താ സംഭവിച്ചത്? മോളെ, അതൊക്കെ പോയില്ലേ. അല്ലെങ്കിലും ചിലതെന്ന് പഠിച്ചോ നമ്മൾ രക്ഷിക്കും. നമ്മളെ ചെല്ലലോണ്ടും പറയലോണ്ടും ഒക്കെ ആയിരിക്കും പഠിച്ചോനോ ഓരോ തടസ്സങ്ങൾ അങ്ങോട്ട് നീക്കി തരുന്നത്. ചില ബുദ്ധിമുട്ടുകൾ വന്ന് നിൽക്കുമ്പോൾ അതങ്ങോട്ട് ഒഴിഞ്ഞു പോകുക പറഞ്ഞാലും വലിയ റാഹത്ത് തന്നെയാണ്. അന്ന് ഉപ്പ വന്ന ഉടനെ ഉമ്മാക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതേ, പിന്നെ ഇന്ന് അസ്കറിൻ്റെ അമ്മ അങ്ങോട്ട് വിളിച്ചേന് കേട്ടോ. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതന്നെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ കെട്ടിച്ച് കൊടുത്തോളൂ, ഇനി വേറെ എല്ലാം നിൽക്കണ്ട, ഇവിടെ ഒരു കുഴപ്പമില്ല, എൻ്റെ മോനക്കും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ വേദനകളും വിഷമങ്ങളും ഇങ്ങനെ പറയാണ് കരഞ്ഞുകൊണ്ട്. അതിൻ്റെ ഇടയിൽ നോക്കി അതിൻ്റെ ഭർത്താവ് ഹുസൈനാജിയെ തോന്നുന്നുണ്ട് വന്ന് അടിച്ചിക്കണ്. ഫോണൊക്കെ നിലത്ത് വീണ് അവർ ഭയങ്കര ശബ്ദവും ഭയങ്കര ഒച്ചപ്പാടും അതൊക്കെ ഇങ്ങോട്ട് ലൗഡ് സ്പീക്കറും കൂടെ ആക്കിയപ്പോഴേ അങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യാണ്. പിന്നെ എങ്ങനെയൊക്കെ അത് ഞാൻ പിന്നെ ഓഫാക്കി. സത്യം പറഞ്ഞാലേ നല്ല പ്രശ്നമുണ്ട് അവിടെ വീട്ടിൽ. നമ്മളെ കുട്ടി അങ്ങോട്ട് എത്താത്ത ഭാഗ്യമായി. ഞാൻ പറഞ്ഞില്ലേ നുസ്രത്ത് എന്നോട്. എങ്ങനെയുണ്ട്? അന്നൊക്കെ ഈ പണം പൈസ ജോലി കൂലി എന്ന് നിൽക്കല്ലേ. എവിടെയായാലും സമാധാനം വേണം, സ്നേഹം വേണം, അതാണ് വേണ്ടത്. ആ വീട്ടിൽ അത് പൊതുവേ കുറവാണ്. കാരണം അയാളുടെ ഒറ്റ സ്വഭാവം കൊണ്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.